ഒരിക്കൽ ഞാൻ എവിടെയൊക്കെയോ പോയി എവിടെയൊക്കെയോ ചെയ്ത് നാടകം, ഞാൻ വെണ്ണിലാവ് കലാസമിതിയിൽ ഒരു നാടകത്തിൻ്റെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ ഒരു 10-11 മണിയായി. അങ്ങനെ വന്നപ്പോൾ അപ്പൻ അവിടെ ഒരു കസേരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഏതാണ്ട് കസേരയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അപ്പൻ പറഞ്ഞു, ഓ മാഷേ, ചിലപ്പോൾ എന്നെ മാഷെന്നൊക്കെ വിളിക്കും, കാരണം ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ മാഷേ, ഇനി അധികം കാലമൊന്നുമില്ല ഞാൻ ഇങ്ങനെ പറയാനായിട്ട്. അത് കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു, നേരിട്ട് പറഞ്ഞില്ല, ഞാൻ മനസ്സിൽ പറഞ്ഞു, 6 കൊല്ലായില്ലേ അപ്പ ഇത് പറയുന്നത്, എന്തിനാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ ആശിപ്പിക്കണേ. പക്ഷേ അപ്പനത് മനസ്സിലായി എന്നുള്ളതാണ്, ഞാനത് മനസ്സിൽ പറഞ്ഞു എന്നുള്ളത്. എന്തായാലും അതുപോലുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് ട്രാക്ക് ഇവിടെ പറയാനുള്ള കാരണം, എന്നോട് പറയാനുള്ള കാരണം, അന്നത്തെ ഹെഡ് മിസ്സസ് ട്രീസ മെൻഡോ, അതുപോലെ തന്നെ പാർവതി ടീച്ചറും, അവർ എൻ്റെ അപ്പൻ്റെ അടുക്ക പറഞ്ഞു, വെറുതേട്ടാ പേടിക്കണ്ട, മറ്റുള്ള കുട്ടികളുടെ പോലെ തന്നെ ഇവനും മിടുക്കനാണ്, ഇവന് നല്ല ബുദ്ധിയുണ്ട്, അത് ഞങ്ങൾക്കറിയാം. അപ്പനൊന്നും ഞെട്ടി, കാരണം മണ്ടനാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവരൊക്കെ ഈ ടീച്ചർമാർ, ഈ മിസ്സസും ഈ പാർവതി ടീച്ചർക്ക് വളരെ മിടുക്കിയ ടീച്ചറാണ്. അപ്പം അപ്പൻ ചോദിച്ചു, നേരാണോ ടീച്ചറെ പറയുന്നത്? അതെ നേരാ, മിടുക്കനാണ്, ഒരു ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ, ആ പ്രശ്നം മാറിയ അവനേക്കാളും വലിയ ആൾക്കാർ വേറെ ഇല്ല. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പനൊരു തീരുമാനത്തിൽ എൻ്റെ അടുത്ത് വന്നു. അപ്പം പറഞ്ഞുടാ, നീ നന്നാവണം. ഞാൻ പറഞ്ഞു, നന്നാവാം, ഞാൻ എന്തിനും തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം, ഈ ക്ലാസ്സിൽ നിന്നും ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ, കാരണം ഇതുവരെ ഞാൻ ഇങ്ങനെ തോറ്റ് ഈ ക്ലാസ്സിലുള്ള കുട്ടികൾക്കും മാഷന്മാർക്കൊക്കെ അറിയാം, ഈ ക്ലാസ്സിൽ നിന്നും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു പുതിയ കുട്ടിയായി, പുതിയ ഒരാളായിട്ട് ഞാൻ നീങ്ങും, അത് ഉറപ്പാണ്. ഞാൻ വെറുതെ ഒരു കാച്ചിയതാണ്. പക്ഷേ അത് ഈ സെൻറ്റിമെൻറ്റ്സ് ഈ പാർവതി ടീച്ചറും ഹെഡ് മിസ്സസും പറഞ്ഞതുകൊണ്ട് ഇത് ഇത്രയും വലിയൊരു വിനയാവും എന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും അത് വലിയൊരു വിനയായി മാറി. ടീച്ചർ കൊറേ എടുത്തില്ലല്ലേ? ഇല്ല. എന്നാ ഇത് കൊണ്ടുപോക്കോ, സ്കൂളിൽ ചെറുക്കൻ്റെ കൊടുത്തുവിട്ടാ മതി. ശരി. ഇതാ ടീച്ചർ വരുന്നു. ദേടാ ടീച്ചർ. ആ, ഈ കൊട അപ്പനെ ഏൽപ്പിച്ചേക്ക്. ആ ടീച്ചർ. ഡാ, നിന്റെ അപ്പൻ്റെ കൂടെ എങ്ങനെയാ ടീച്ചറുടെ കയ്യിലെത്തിയത്? പോവാൻ പറ. വീട്ടില് പണിക്കണ ഖദീഷുമ്മയുടെ മോള് ഐപ്പ് ഡോക്ടറുടെ സ്വീപ്പറാണ്. ഉമ്മയെ കാണാൻ വന്നപ്പോ പറയണേ, പാർവതി ടീച്ചർ അവിടെ കിടന്നപ്പോ നിന്റെ അപ്പൻ അവിടെ ചെന്നൂന്നും ഓറഞ്ച് ആപ്പിളും അങ്ങനെ ഏതാണ്ട് കൊടുത്തുന്നും. ഞാൻ ഉമ്മയോട് പറഞ്ഞു അവർക്ക് ആള് തെറ്റിയതാവുന്നു. നിന്റെ അപ്പൻ ആൾ ഡീസന്റ് അല്ലേ? എടാ, ഞാൻ ഇന്നലെ കടയിൽ ചെല്ലുമ്പോൾ നിന്റെ അപ്പനുണ്ട് കടയിൽ നിന്ന് ഇറങ്ങിപ്പോണു, കക്ഷത്തിലൊരു പൊതി. ഞാൻ കരുതിയ നിനക്ക് ഷർട്ടിന് തുണിയാണെന്നാ. തുണി മുറിച്ചു കൊടുക്കാൻ നിൽക്കണ ജോസ് പറഞ്ഞപ്പോഴല്ലേ അറിയണത് വാങ്ങിയത് സെറ്റുമുണ്ടാണെന്ന്. ജോസിന് അപ്പോഴറിയണം മാപ്പിളാർക്ക് എന്തിനാ സെറ്റുമുണ്ടെന്ന്. അവനെ നിന്റെ അമ്മയും പെങ്ങന്മാരെ അറിയാം, അവരാരും സെറ്റുമുണ്ട് എടുക്കാറില്ലല്ലോ. ഇല്ല. ആർക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു. എന്തുണ്ട് ഇന്നസെന്റ്, നിന്റെ അപ്പനാ ചെട്ടിപ്പറമ്പിൽ കിടന്നൊരു കറക്കം? ചെട്ടിപ്പറമ്പിലോ? ആ, നീ ആ പടക്കം പൊട്ടിച്ച ടീച്ചറില്ലേ, അവരുടെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഇതിപ്പോ 1-2 തവണ ആയിട്ടാ. എന്ന് കരുതി നീ ഇത് അമ്മച്ചിയോടൊന്നും പറയാൻ നിൽക്കണ്ട.
മനസ്താവപ്പെടാതെ. ഇതൊക്കെ ഇപ്പൊ എല്ലായിടത്തും ഉള്ളതാ. നിനക്കൊക്കെ അങ്ങനെ പറയാം. അവനവൻ്റെ അപ്പൻ പിഴയ്ക്കാന്നറിയുമ്പോഴേ അതിൻ്റെ ദണ്ണം മനസ്സിലാവും. എന്നാലും ഈ പ്രായത്തില് പ്രായമൊന്നും ഇതിനൊരു പ്രശ്നമല്ലടാ. എൻ്റെ ഉമ്മാന്റെ മൂത്താപ്പ 72-ാം വയസ്സിൽ ഒരു മൊഞ്ചത്തി കൊണ്ടുവന്നേ. എന്നാലും ഇങ്ങനെ ഒരു അപകടത്തിൻ്റെ സൂചന പോലും എനിക്ക് കിട്ടിയില്ലല്ലോടാ. അതൊക്കെ അങ്ങനെയാടാ. നമ്മുടെയൊക്കെ അപ്പന്മാര് പിഴയാണെന്ന കാര്യം നമ്മളാവും ഏറ്റവും ഒടുക്ക അറിയുക. ഈ ടീച്ചർ മുമ്പൊരു കെട്ട് കെട്ടിയതാ. എന്നിട്ടാ കെട്ടിയോൻ എവിടെ? പട്ടാളത്തിലായിരുന്നു, മരിച്ചു എന്നാ കേട്ടത്. ആ അത് പറ, വെറുതെ അല്ല. ഞാൻ അമ്മയുടെ മുഖത്ത് എങ്ങനെ നോക്കും? നോക്കാൻ നിനക്കെന്താ? കുറ്റബോധം അപ്പനല്ലടാ ഉണ്ടാവണ്ടേ. ഉം. അമ്മേ, ഇതിലൊരു വിരൽ തൊട്ടേ. ഒന്ന് കളിക്കാൻ നിൽക്കാണ്ട് പോ ചെക്ക. ഒന്ന് തൊട്ടാ മതി. ശ്ശോ. അമ്മയുടെ നക്ഷത്രം എന്താണ്? എന്താ നാളെന്താന്ന്? എന്താ സംബന്ധാലോചിക്കാനാ? നാള് പറഞ്ഞേ. അവിട്ടെന്നാ തോന്നണേ. അവിട്ടം നാളുകാർക്ക് ഇപ്പൊ പൊട്ട സമയാന്നാ വാരഫലത്തില്. എന്താടാ പഠിപ്പ് നിർത്തി നീ ജ്യോതിഷം തുടങ്ങിയോ? പൊട്ടക്കാലാത്രേ. അതിന് ഇതുവരെ രാജയോഗമായിരുന്നല്ലോ. നിന്നെയൊക്കെ പെറ്റു വളർത്തി അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ ഇനി എന്ത് പൊട്ടക്കാലം വരാനാ? മാർഗലിത്തെ ദുഷ്ടൻ. പാർവതി ടീച്ചർ പറയൂ. പാർവതി ടീച്ചർ പറയൂ. പാർവതി ടീച്ചർ. പാർവതി ടീച്ചർ.